എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കർക്കിടകം സ്പെഷ്യൽ ഉലുവ ഉണ്ടയാണ്. വളരെ രുചികരവും പോഷക സമൃദ്ധവുമായ ഈ ഉലുവ ഉണ്ട ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. പണ്ടു മുതലേ ഉണ്ടാക്കാറുള്ള ഈ ഉലുവ ഉണ്ട ദിവസവും ഒരെണ്ണം വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. നടുവേദന, സന്ധിവേദന, രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, അമിതവണ്ണം ഇവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇനി റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതിലേക്ക് 1 കപ്പ് ശർക്കരയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽട്ടായി വരുമ്പോൾ ഇതൊരു അരിപ്പയിൽ കൂടി നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ വേസ്റ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് അരി വറുത്തെടുക്കാം. അതിനു വേണ്ടി 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകി വെള്ളം മാറിയതിന് ശേഷം നമുക്കിത് ചട്ടിയിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കാം. അരി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉലുവയുടെ കയ്പ്പ് നമുക്ക് മാറിക്കിട്ടും. അരി പൊട്ടി വന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഇത് ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇനി ഒരു 1/2 കപ്പ് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെയിലത്ത് ഉണക്കി വെച്ചതാണ്. ലോ ഫ്ലെയിമിൽ നമുക്ക് എള്ളും വറുത്തെടുക്കാം. എള്ള് പെട്ടെന്ന് തന്നെ പൊട്ടി വരും. എള്ളിൽ കാൽസ്യം, അയൺ, ഫൈബർ, ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലിനും ദഹനത്തിനും ഒക്കെ നല്ലതാണ്. ഇനി 1/4 കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. ഇതും ലോ ഫ്ലെയിമിലിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഉലുവയിൽ ധാരാളം ഫൈബർ, മഗ്നീഷ്യം, അയൺ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദഹനത്തിനും ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കണം. ഇനി അടുത്തതായിട്ട് ഒരു 3/4 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ട് ഇതും നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഇനി 1/4 കപ്പ് സൺഫ്ലവർ സീഡും 1 ടേബിൾ സ്പൂൺ ബദാമും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് നട്ട്സ് ആൻഡ് സീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കയ്യിലില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ കിട്ടിയാൽ മതി. എല്ലാ സാധനങ്ങളും നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കണം. ചൂടാറിയതിനു ശേഷം ഒരു ജാർ എടുത്തിട്ട് ആദ്യം ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന അരിയും ഉലുവയും 2 ഏലക്കയുടെ കുരുവും ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ശരീരത്തിന് ബലം കിട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഈ മരുന്നുണ്ട നമ്മെ സഹായിക്കും. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന നട്ട്സും എള്ളും ചേർത്തിട്ട് വീണ്ടും പൊടിച്ചെടുക്കണം. നമ്മുടെ ആരോഗ്യത്തിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും സൗന്ദര്യത്തിനും നമുക്കിത് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി ഒരു പാത്രത്തിലേക്കിട്ട് ബാക്കിയിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര പാനി ഒഴിക്കുക. പാകം നോക്കിയിട്ട് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം മിക്സാക്കിയിട്ട് ഈ ഒരു പാകത്തിന് എടുത്തിട്ട് നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. ഈ വലിപ്പത്തിലുള്ള ഉരുളയാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഡെയിലി ഇതൊരെണ്ണം നമുക്ക് കഴിക്കാം. എല്ലാവരും ഇതേപോലെ ഒന്ന് മരുന്നുണ്ട് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടുതൽ റെസിപ്പീസൊക്കെയായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണേ. താങ്ക്